Hello, happiness listeners. Welcome to another episode of Spiritual Talk, Family Talk, and Wisdom Talk. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ സെഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ്. വേറൊന്നുമല്ല, 1 വീക്കിന് ഒരു ചലഞ്ച് പോലെ, അതായത് ഡേ 1 തൊട്ട് തുടങ്ങി 7 days വരെയുള്ള ഒരു സിമ്പിൾ ചലഞ്ച്. ഈ ചലഞ്ച് വരുമ്പോൾ നിങ്ങൾ വളരെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്പിരിച്വൽ ആയിട്ടുള്ളതും അതുപോലെ ഫാമിലി ടോക്കുമാണ്. റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാസ്ക്. അപ്പം ഇത് നമ്മൾ രണ്ടുപേരും, നിങ്ങൾ മാത്രമല്ല ഞാനടക്കം നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ. നമ്മൾ ഈ 1 വീക്ക് ജേർണിയിൽ നമ്മൾ ഇത് ചെയ്ത ശേഷം ഇതിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് അറിയേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, ഞാനിപ്പം നാളെ തൊട്ട് തുടങ്ങുകയാണ് ഡേ 1 ആയിട്ടുള്ളത്. അപ്പം ആ ഡേ 1 നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വൽ ടോക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് സൈലൻസ്. മേ ബി ഞാൻ ഫാമിലി ടോക്കിൽ ഓൾറെഡി ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നു. കുടുംബത്തില് സമാധാനം വേണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തില് സൈലൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് സ്പിരിച്വൽ ടോക്കിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇനി എന്താണ് സൈലൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മുടെ മനസ്സിനെ ശാന്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് സൈലൻസ്. അതുപോലെ തന്നെ നമ്മുടെ സോള് അല്ലെങ്കിൽ ആത്മാവ് സംസാരിക്കുന്ന സമയമാണ് അത്. അപ്പം നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാത അറിയില്ല, നമ്മൾ ഭയങ്കര സ്റ്റക്കാണ്, ഏത് രീതിയിൽ പോകണമെന്നോ എങ്ങനെ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളൊരു ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, വേണ്ടാത്ത ഒരുപാട് ബ്ലെസ്സിങ്സുകൾ നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബ്ലോക്കായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനുള്ള ഇപ്പം ഈ സൈലൻസ് എന്ന് വെച്ചിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എന്താ പറയാ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവല്ല. ഇതൊരു കഴിവോ അങ്ങനെയൊന്നുള്ളതല്ല. പക്ഷെ ഇത് സൈലൻസ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായോ സൈലൻസ് വളരെ സിമ്പിൾ അല്ലേ? അല്ല, അവിടെ വേണ്ടത് മനഃശാന്തിയാണ്. നമ്മുടെ മനസ്സും ശരീരവും കോൺസെൻട്രേഷൻ ലെവലിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സൈലൻസ് എന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ നിങ്ങൾക്ക് എന്ത് വേണം വിളിക്കാം, ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ നിർദ്ദേശം നമുക്ക് നമ്മുടെ ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആത്മാവിലൂടെ നമ്മുടെ ഈശ്വരൻ നമ്മളോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഭക്ത അല്ലെങ്കിൽ ഭക്തേ, നീ ഇന്ന പാദത്തിൽ പോകണം അല്ലെങ്കിൽ ഇന്ന പാതയിൽ പോകണം എന്നാണ് നമ്മുടെ ആത്മാവിലൂടെയുള്ള ഈശ്വരൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ദിവ്യ ചൈതന്യം നിങ്ങൾക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ്. ആ മനസ്സ് ശുദ്ധാക്കാനുള്ള ഫസ്റ്റ് പ്രക്രിയയാണ് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ലൈഫിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചാലും നമ്മള് പോസിറ്റീവായ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടേ കാണുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ നമുക്ക് ക്വിക്കലി അത്
മനസ്സിലാക്കിയെടുക്കാം. പറയാൻ പറ്റും. അതാണ് നമ്മുടെ കഴിവ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങള് മാത്രം എടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളോട് ഒന്നോ രണ്ടോ നല്ല വാക്ക് സംസാരിച്ചു. അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു കമന്റ്സ് ആണ്, ഒരു അപ്രിസിയേഷൻ ആണ്. അങ്ങനെയുള്ള അതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു ഫംഗ്ഷന് പോയി, ഞാൻ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ അവിടെ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള് നിങ്ങള് പറയാം. ഇനി പറയുന്നത് നമുക്ക് എളുപ്പമാണെന്നില്ല. അതിനേക്കാളും ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ് എഴുതുക. നിങ്ങളുടെ ജീവിതത്തില് ആ ഒരു ദിവസം സംഭവിച്ച നല്ല നല്ല കാര്യങ്ങള് എഴുതുക. ഇനീഷ്യലി നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. ഇത് തുടരെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പം ഇത് എഴുതുന്നത് കൂടാതെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇനിയിപ്പോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി മെഡിറ്റേഷന്റെ ലിങ്ക് ഒക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ചിലവർക്ക് മ്യൂസിക് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം. കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സൈലന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ്സോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ബ്രീത്തിൽ, നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ ഒരു ആ മൈൻഡ്ഫുൾനെസ് അവിടെ കിട്ടും. നിങ്ങളുടെ മനസ്സ് അവിടെ കൺട്രോളിലാണ്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എത്തുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ടൈനി ആയിട്ട്, വളരെ ഒരു ചെറിയ ഒരു അടഞ്ഞ ശബ്ദത്തില്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വോയിസിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു റിപ്ലൈ കിട്ടുന്നു. അതാണ് നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ ഈശ്വരൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു എക്സ്റ്റേണലിന്റെ ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാർഗം നിശ്ചയിക്കാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ നേർവഴിക്കായിരിക്കും നടക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒന്നോ രണ്ടോ തവണ ആ കാര്യം ചെയ്യുമായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നമ്മളത് മറക്കുമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരു നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് നമുക്ക് എടുക്കാനില്ല എന്ന് പറഞ്ഞാല് അത് നമ്മളോട് തന്നെ വാല്യൂ കൊടുക്കാത്ത ഒരു അവസ്ഥയാണ് അവിടെ കാണാം. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ നമുക്ക് വേണ്ടി സമയം കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊടുത്താലും 10 മിനിറ്റ് കൊടുത്താലും നിങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ അനുഭവിച്ചറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്പം ഒരു 6 to 7 എപ്പിസോഡ് ഇട്ടു എന്നാണ് ഞാൻ പൊതുവെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതില് ഞാൻ ഒരു കമന്റ്സും കാണാറില്ല. അപ്പൊ എനിക്ക് നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണോ അത് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങള് കേൾക്കുക മാത്രം കൂടാതെ കമന്റ് കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഏകദേശം കിട്ടും. അപ്പൊ എനിക്ക് വേണ്ടത് ഈ കാണുന്ന എല്ലാവരുടെയും ഒരു കോപ്പറേഷനാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു അവർക്ക് തീർച്ചയായും സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ഷെയർ നാളത്തെ ഒരു വ്യക്തിയുടെ
ജീവിത മാറ്റത്തിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഷെയറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്നും ഓർക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം അല്ലെങ്കിൽ ശുഭരാത്രി നേരുന്നു. അപ്പം നമ്മുടെ ചലഞ്ച് നാളെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും ഡെയിലി കാണുക. ഞാൻ എന്തൊക്കെ ടാസ്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പം അത് ഡെയിലി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു വാട്സപ്പ് ലിങ്ക് കൂടി അയക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഇതൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. അപ്പം എനിക്ക് ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിപ്പം സ്പിരിച്വൽ ടോക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഫാമിലി ടോക്ക് ആവട്ടെ, അല്ലെങ്കിൽ വിസ്ഡം ടോക്ക് ആവട്ടെ, നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനും അവിടെ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എനിക്കത് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഈ എപ്പിസോഡ് മാത്രമല്ല, പഴയ എല്ലാ എപ്പിസോഡും ഞാൻ ഏതൊക്കെ എപ്പിസോഡാണോ എന്തൊക്കെ ടോപ്പിക്കിൻ്റെ കാര്യങ്ങളാണോ നിങ്ങളോടൊക്കെ പങ്കുവെച്ചത് എല്ലാം മറക്കാതെ കേൾക്കാം. സോ താങ്ക് യു ഓൾ. Stay blessed, stay happy. Thank you all.